വാർത്തകൾ വിശദമായി. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കാവ്യ മാധവനെ വീണ്ടും ചോദ്യം ചെയ്യും. കാവ്യ ആവശ്യപ്പെടുന്നിടത്ത് ചോദ്യം ചെയ്യാനെത്തുമെന്ന് പോലീസ്. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയ്ക്ക് കൂടുതൽ തെളിവുകൾ ലഭിച്ചു. ദിലീപിനെയും പൾസർ സുനിയെയും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരുമിച്ച് കണ്ട തൃശൂർ സ്വദേശികളായ രണ്ടുപേരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. കാലടി മജിസ്ട്രേറ്റ് കോടതിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ നികേഷ് ചേരുന്നുണ്ട്. നികേഷ്, കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ സിനിമാ പ്രവർത്തകരിലേക്ക് ചോദ്യം ചെയ്യൽ നീളുന്നു. ഒപ്പം തന്നെ കാവ്യ മാധവനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കേസിലെ കാവ്യ മാധവനെ വീണ്ടും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കാവ്യ മാധവന് പോലീസ് നോട്ടീസ് നൽകും. CRPC 160 പ്രകാരമാണ് നോട്ടീസ് നൽകുക. നേരത്തെ ടെലിഫോണിലൂടെയും അതോടൊപ്പം തന്നെ നേരിട്ടും എത്തി ഈ കേസിൽ മൊഴി നൽകണമെന്ന് കാവ്യ മാധവനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ സമയത്ത് ചില അസൗകര്യങ്ങൾ കാവ്യ മാധവൻ അറിയിച്ചിരുന്നു. എങ്കിൽ കൂടി ഇതൊന്നും അന്വേഷണ സംഘം മുഖവിലക്കെടുത്തില്ല. ചില ശാരീരിക ചോദ്യം ചെയ്യലിന് ഹാജരാവാതിരിക്കാൻ ചില കാരണങ്ങൾ കാവ്യ മാധവൻ പറഞ്ഞിരുന്നു. ശാരീരിക അസ്വാസ്ഥ്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ തനിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലിനെ വിധേയമാക്കുന്നത് തനിക്കെതിരെ ചില തെറ്റായ പ്രചരണങ്ങൾക്ക് വഴിവെക്കുമെന്നും കാവ്യ മാധവൻ അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നു. പക്ഷേ ഇത്തരം ഒഴിവുകഴിവുകളൊന്നും അന്വേഷണ സംഘം മുഖവിലക്കെടുത്തിട്ടില്ല. കാവ്യ മാധവനോട് ഹാജരാകാൻ തന്നെയാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് കാവ്യ മാധവന് ഉടൻ നോട്ടീസ് നൽകും. നോട്ടീസ് ലഭിച്ച് കാവ്യ മാധവൻ ഇതിന് വഴങ്ങുന്നില്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന വസ്തുത, ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരുടെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തി. തൃശൂർ സ്വദേശികളായ രണ്ടുപേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. അതായത് തൃശൂരിലെ ജോർജേട്ടൻസ് പൂരം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് ദിലീപും പൾസർ സുനിയും കണ്ടതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇത് സംബന്ധിച്ച് ചില നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത്. ചില നിർണായകമായ ചിത്രങ്ങൾ പോലീസിന് ലഭിക്കുകയുണ്ടായി. ഈ തൃശ്ശൂരിലെ കിണറ്റിങ്ങൽ ടെന്നീസ് അക്കാഡമിയിൽ വെച്ചാണ് ഇരുവരും കൂടിക്കണ്ടതെന്ന് പോലീസിന് വിവരം ലഭിച്ചത്. ഇത് സംബന്ധിച്ച് ചില ചിത്രങ്ങൾ ലഭിക്കുകയുണ്ടായി. ആ ലൊക്കേഷനിലെ ചിലർ സെൽഫി എടുത്തിരുന്നു. ദിലീപിനൊപ്പം ചേർന്ന് ഫോട്ടോ എടുത്തിരുന്നു. ഈ ഫോട്ടോയിൽ പൾസർ സുനിയുടെ സാന്നിധ്യം പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അത്തരം ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സാക്ഷികളുടെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. കേവലം ഈ കേസിൽ സാക്ഷി ചേർക്കുക എന്നതിനപ്പുറത്തേക്ക് ഇരുവരുടെയും CRPC 164 പ്രകാരമുള്ള മൊഴി രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. കാലടി മജിസ്ട്രേറ്റിന് മുമ്പിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഇത് കേസ് വിചാരണയ്ക്കെത്തുമ്പോൾ 164 പ്രകാരം ലഭിക്കുന്ന മൊഴിക്ക് കൂടുതൽ സാധ്യതയുണ്ടാകും. അത്തരത്തിൽ മൊഴി തിരുത്തുവാനോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ ഈ സാക്ഷികൾക്ക് അവസരം ഇല്ലാതാവും. അതുകൊണ്ട് തന്നെ നാളെ ഈ കേസിൽ ദിലീപ് ജാമ്യഹർജി നൽകുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ കോടതി കേസ് ഡയറി വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കേസ് ഡയറി ഹാജരാക്കാമെന്ന് അന്വേഷണ സംഘം കോടതിയോട് പറയാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഇതുവരെ ലഭിച്ച മൊഴികളും തെളിവുകളും എല്ലാം തന്നെ കോടതി പരിശോധിക്കും, ഹൈക്കോടതി പരിശോധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇരുവരെയും ബന്ധിപ്പിക്കുന്ന ചില നിർണായക തെളിവുകൾ, അതിൽ ചില മൊഴികൾ പോലീസിന് ലഭിക്കുമ്പോൾ അത് ഈ കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച് ചില നിർണായകമായ കാര്യങ്ങൾ പോലീസിന് കൂട്ടി യോജിപ്പിക്കാനാകും. അത്തരത്തിൽ ദിലീപിന് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നതുകൂടിയാണ് പോലീസിന്റെ ലക്ഷ്യം. സോമി. നികേഷ്, ഇപ്പോൾ കാവ്യ മാധവനെ അടക്കം വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് കസ്റ്റഡിയിലായിരിക്കുമ്പോൾ ദിലീപ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്ന തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കായിരിക്കുമോ ഇനി പോലീസ് മുന്നോട്ട് പോവുക? ഈ കേസിൽ ചില നിർണായക വിവരങ്ങൾ കാവ്യ മാധവനിൽ നിന്ന് പോലീസിന് ചോദിച്ചറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ കേസിലെ 11ാം സാക്ഷിയും പ്രധാന ഗൂഢാലോചകനുമായ ദിലീപിന്റെ ഭാര്യയാണ് കാവ്യ മാധവൻ. ഈ സംഭവം നടന്ന്, അതായത് 2017 ഫെബ്രുവരി 18-ന് സംഭവം നടന്ന് 17-ന് സംഭവം നടന്ന് തൊട്ടടുത്ത ദിവസം പൾസർ സുനി കാവ്യയുടെ
കാക്കനാട്ടെ ഓൺലൈൻ സ്ഥാപനമായ ലക്ഷ്യയിൽ എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് ചില കൃത്യമായ മൊഴി ലഭിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ പൾസർ സുനി ചില നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതായത് ലക്ഷ്യയിൽ എത്തുകയും ഒരു മെമ്മറി കാർഡ് ഏൽപ്പിക്കുകയും ചെയ്തതായി, അതായത് ഈ ഫോണിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് ഏൽപ്പിക്കുകയും ചെയ്തതായി പൾസർ സുനി അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ ഏറ്റവും പ്രധാന തെളിവായ ഫോണിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം പോലീസ് കുറെ കൂടി സമഗ്രതയോടെ അന്വേഷിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിന്റെ ഉടമയായ കാവ്യയുടെ മൊഴി വളരെ പ്രധാനമാണ്. ഈ പൾസർ സുനിയുടെ മൊഴിയുടെ സാധുത പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പൾസർ സുനി ലക്ഷ്യയിലെത്തുന്നതിൻ്റെ ചില CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഒരു പ്രതി, ഈ കേസിലെ ഒന്നാം പ്രതി കാവ്യ മാധവന്റെ സ്ഥാപനത്തിൽ എത്തിയെന്ന് പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. സ്വാഭാവികമാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമയായ കാവ്യ മാധവൻ അതിന് മറുപടി പറയേണ്ടി വരും. ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ ഹാജരായപ്പോൾ ചില വൈമനസ്യം കാവ്യ മാധവൻ അറിയിച്ചിരുന്നു. കാരണം ഇത്തരത്തിൽ താൻ പ്രഥമ ദൃഷ്ട്യാ തനിക്കെതിരെ തെളിവൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് ഇത്തരത്തിൽ പോലീസ് ക്ലബിൽ എത്തി ഹാജരായി മാധ്യമങ്ങളുടെ മുന്നിലൂടെ പോയി ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയമാകുമ്പോൾ അത് തന്നെക്കുറിച്ച് ഒരു തെറ്റായ ചിത്രം സമൂഹത്തിൽ പ്രചരിക്കാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ചാണ് ഇതിനോട് ആദ്യഘട്ടത്തിൽ സഹകരിക്കാതിരുന്നത്. പിന്നീട് കാവ്യമാധവനെ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് മൊഴി എടുത്തതായും നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അഭിഭാഷകന്റെയും കാവ്യമാധവന്റെ അമ്മയുടെയും സാന്നിധ്യത്തിൽ വേണമെങ്കിൽ ചോദ്യം ചെയ്യലിന് വിധേയയാകാൻ തയ്യാറാണെന്ന തരത്തിൽ കാവ്യമാധവൻ അന്വേഷണ സംഘത്തിന് വിവരം നൽകിയിരുന്നു. എങ്കിൽ കൂടി പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെയും ഒഴിവാക്കുന്നില്ല, സംശയത്തിന്റെ നിഴലിലുള്ള ആരെയും ഒഴിവാക്കുന്നില്ല. വളരെ സമഗ്രമായ അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. സ്വാഭാവികമായും ഈ കേസിൽ ചില നിർണായകമായ വിവരങ്ങൾ അറിവുള്ള ചില സംശയത്തിന്റെ ദൃഷ്ടിയിലുള്ള കാവ്യമാധവന്റെ മൊഴി പോലീസ് ഏത് സാഹചര്യത്തിലും രേഖപ്പെടുത്താൻ തന്നെയാണ് സാധ്യത. സോമി, നികേഷ്, ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് സിനിമയിലെ മറ്റ് താരങ്ങളിലേക്കോ അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലിന് ഈ ഘട്ടത്തിൽ പോലീസ് മുതിരുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം റിമാൻഡ് ദിലീപിന്റെ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ടുള്ള റിപ്പോർട്ടിൽ പെരുമ്പാവൂർ CI നൽകിയ റിപ്പോർട്ടിൽ ചില നിർണായകമായ വിവരങ്ങളുണ്ട്. ദിലീപിന് ജാമ്യം ലഭിക്കാതിരിക്കാൻ പറഞ്ഞ കാരണങ്ങൾ നൽകാതിരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുള്ള പ്രധാന കാരണങ്ങളിലൊന്നായി പോലീസ് ചൂണ്ടിക്കാണിച്ചത് ദിലീപുമായി അടുത്ത ബന്ധമുള്ളവരെ ഈ ചോദ്യം ചെയ്യാൻ, പ്രത്യേകിച്ച് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ പോലീസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലുള്ള അന്വേഷണത്തിനുള്ള സാധ്യതയുണ്ട്. സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ചോദ്യം ചെയ്യും. പ്രത്യേകിച്ച് സിനിമാ രംഗത്ത് ദിലീപിന് വ്യാപകമായ സൗഹൃദ ബന്ധങ്ങളാണുള്ളത്. ഈ കേസിന്റെ ഗൂഢാലോചനയിൽ പങ്കില്ലെങ്കിൽ കൂടി ദിലീപിനെ ഈ അന്വേഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ അന്വേഷണവുമായി സഹകരിക്കാതിരിക്കാനും ദിലീപിനെ ഇതിൽ നിന്ന് തെളിവുകൾ നശിപ്പിക്കാനും ഏതെങ്കിലും തരത്തിൽ സിനിമാ മേഖലയിലുള്ളവർ കൂട്ടുനിന്നോ എന്ന് പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. അതിൽ ഒരു പ്രധാന വ്യക്തിയാണ് മാനേജർ അപ്പുണ്ണി, സുനിൽ രാജ് എന്ന അപ്പുണ്ണിയെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചു നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ഈ വിവരം നേരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അപ്പുണ്ണി നാടുവിടുകയായിരുന്നു. അപ്പുണ്ണിക്കായി പോലീസ് വ്യാപകമായി വല വിരിച്ചിട്ടുണ്ട്. ഈ കേസിൽ ആദ്യമേ പറഞ്ഞു കേട്ട ഒരു പേരായിരുന്നു സുനിൽ രാജ് അപ്പുണ്ണിയുടേത്. ആദ്യഘട്ടത്തിൽ അപ്പുണ്ണി എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ദിലീപിന്റെ അറസ്റ്റോടുകൂടി അപ്പുണ്ണി നാടുവിടുകയായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. അതോടൊപ്പം തന്നെ മറ്റൊരു വ്യക്തിയാണ് ഈ കേസിൽ നിർണായകമായ വിവരങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ് പൾസർ സുനിയുടെ ആദ്യഘട്ടത്തിലെ അഭിഭാഷകനായ പ്രതീഷ് ചാക്കോയുടേത്. തന്നെ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതീഷ് ചാക്കോ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. അഭിഭാഷകൻ എന്ന നിലയിൽ തനിക്ക് ചില പരിരക്ഷകളുണ്ട്, അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി നൽകിയിരുന്നു. ഈ ഹർജി ഹൈക്കോടതി അംഗീകരിച്ചില്ല.
ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാൻ പ്രതീഷ് ചാക്കോ ആവശ്യപ്പെടുകയായിരുന്നു. കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ ഒരുപക്ഷെ ഇന്നലെ തന്നെ ഹാജരാകണമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു നടപടി പ്രതീഷ് ചാക്കോയിൽ നിന്ന് ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ പ്രതീഷ് ചാക്കോ ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യ ഹർജിയും നൽകിയിട്ടുണ്ട്. ഈ ചൊവ്വാഴ്ച ആ ജാമ്യ ഹർജി പരിഗണിക്കും. മുൻകൂർ ജാമ്യം തള്ളുകയാണെങ്കിൽ പ്രതീഷ് ചാക്കോയെ പോലീസ് കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. സോമി, നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കാവ്യ മാധവനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. ഒപ്പം തന്നെ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിക്കായുള്ള തിരച്ചിൽ വ്യാപകമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ നികേഷ്, ഈ കേസുമായി ബന്ധപ്പെട്ട് അപ്പുണ്ണിയെ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന് മുന്നിൽ. തിരികെ എത്താം. ദിലീപിന്റെ ഡി സിനിമാസിനെതിരെ റവന്യൂ അന്വേഷണം. ഡി സിനിമാസ് ചാലക്കുടിയിൽ റവന്യൂ ഭൂമി കയ്യേറി നിർമ്മിച്ചതാണെന്ന് പരാതി. വ്യാജാധാരം സൃഷ്ടിച്ചതായും പരാതി. അന്വേഷണത്തിന് ജില്ലാ കളക്ടറെ റവന്യൂ വകുപ്പ് ചുമതലപ്പെടുത്തി. ചാലക്കുടി പുഴയോട് ചേർന്നാണ് ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസ് തിയേറ്റർ കോംപ്ലക്സ്. ഒരേക്കർ സ്ഥലത്താണ് മൾട്ടിപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം സർക്കാർ പുറമ്പോക്കായിരുന്നുവെന്നും വ്യാജ ആധാരം ചമച്ച് തട്ടിയെടുക്കുകയായിരുന്നുവെന്നുമാണ് പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. തൃശൂർ ജില്ലാ കളക്ടർക്കാണ് അന്വേഷണ ചുമതല. വ്യാജ ആധാരങ്ങൾ ചമച്ച് ഭൂമി കൈവശപ്പെടുത്തിയെന്ന പരാതിയിൽ ജില്ലാ ഭരണകൂടം നടപടി തുടങ്ങിയെങ്കിലും ഒരു ഉന്നതന്റെ ഇടപെടലിലൂടെ അത് തടഞ്ഞുവെന്നും ആക്ഷേപമുയർന്നിരുന്നു. എത്രയും വേഗം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ദിലീപ് 50-ലധികം ഭൂമി ഇടപാടുകൾ നടത്തിയിരുന്നു. ഇതിൽ പലതും യഥാർത്ഥ ഭൂമിവിലയേക്കാൾ കുറച്ചാണ് ആധാരം നടത്തിയതെന്നും സൂചനയുണ്ടായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നുവരുന്നതിനിടയിലാണ് ഡി സിനിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടും ആരോപണം ഉയർന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നടിയാക്രമിച്ച കേസ് നിർണായക ഘട്ടത്തിലാണെന്ന് DGP ലോക്നാഥ് ബെഹ്റ. ഉചിതമായ സമയത്ത് എല്ലാം പറയും. സെൻകുമാറിനെതിരെ കേസെടുത്തത് ക്രൈംബ്രാഞ്ചാണ്. അതിനെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് പറയുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. See, here our investigation is going on. Let the investigation come to a particular stage. I will speak to you. That I do not. I was not there. That case I have given it to the crime branch. A crime branch കാര്യങ്ങളും ഞാൻ പറയാനില്ല. കാരണം that is the most professional agency. അവർ എടുത്തിട്ട് നോക്കാം. പൾസർ സുനി മുൻപും കൊട്ടേഷൻ മാനഭംഗം നടത്തിയതായി പോലീസ്. ഒരു നിർമ്മാതാവിന് വേണ്ടിയായിരുന്നു കൊട്ടേഷൻ ഏറ്റെടുത്തത്. ഒരു യുവ നടിയാണ് 2 വർഷം മുൻപ് നടന്ന സംഭവത്തിന് ഇരയായത്. സംഭവത്തിന് ശേഷം നടി സിനിമാ രംഗത്ത് സജീവമല്ലാതായി. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, കാസ്റ്റിംഗ് കൗച്ച് സിനിമാ മേഖലയിൽ വളരെ സജീവമാണെന്ന് മലയാള സിനിമയിലെ അടക്കം നായികമാർ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇത്തരത്തിലൊരു വാർത്ത കൂടി പുറത്തു വരുമ്പോൾ എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? സോമി, ഇപ്പോൾ നടന്ന നടിക്കെതിരായ അക്രമം മലയാള സിനിമയിൽ ആദ്യത്തെ സംഭവമല്ല എന്ന് തുടക്കം മുതൽ പറഞ്ഞു കേട്ടിരുന്നു. ഒന്ന് രണ്ട് ചില ഇൻസിഡൻസും സജീവമായി ചർച്ചയാവുകയും ചെയ്തു. ഇപ്പോൾ വളരെ ഗൗരവതരമായ ഒരു സംഭവം ഇതിനു മുൻപ് സമാനമായ രീതിയിൽ നടന്നിട്ടുണ്ട് എന്ന വിവരം പോലീസിന് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവം എങ്ങനെയാണ്? 2 വർഷം മുമ്പ് ഒരു യുവ നടിയാണ് ഇങ്ങനെ കൊട്ടേഷൻ മാനഭംഗത്തിന് ഇരയായത്. അന്ന് കൊട്ടേഷൻ നൽകിയത് ഇന്നും സജീവമായ ഒരു യുവ നിർമ്മാതാവാണ്. എന്താണ് അതിന്റെ പിന്നിലുള്ള കാരണം എന്ന് വ്യക്തമല്ല. ഏതായാലും ആ നിർമ്മാതാവ് ഇപ്പോൾ ഈ പുതിയ സംഭവത്തിൽ ദിലീപിന് അനുകൂലമായി സജീവമായി രംഗത്തുണ്ട്. മാത്രമല്ല, മറ്റ് ചില മാനഭംഗ കേസുകളിൽ ഈ നിർമ്മാതാവിന് സംശയത്തിന്റെ നിഴലിലായിരുന്നു. അത്തരം ചില വിവരങ്ങൾ കൂടിയുണ്ട്. ഏതായാലും ആ നിർമ്മാതാവിന്റെ പേര് തൽക്കാലം കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാത്തതുകൊണ്ടും അന്വേഷണം ആരംഭിക്കാത്തതുകൊണ്ടും നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവത്തോടു കൂടി ഈ യുവനടി സിനിമാ മേഖലയിൽ നിന്ന് ഏറെക്കുറെ അപ്രത്യക്ഷമായ അവസ്ഥയിലാണ്. ലോഹി സിനിമകളിലൂടെ സജീവമായി നായിക പദവിയിലെത്തിയ ഈ യുവനടി വളരെ സജീവമായിരുന്നു സിനിമയിൽ. പക്ഷേ ഈ ഇൻസിഡന്റിന് ശേഷം മലയാള സിനിമയിൽ നിന്ന് ഏറെക്കുറെ അപ്രത്യക്ഷമായ സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത്. അത് ഈ സംഭവത്തെ തുടർന്നുണ്ടായ മാനസികാഘാതമാണ് എന്നും സിനിമാ മേഖലയിൽ ചർച്ചയുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവം അന്ന് തന്നെ സിനിമാ മേഖലയിലെ പ്രമുഖരടക്കം അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു ചെറുവിരൽ അനക്കാനോ അക്കാര്യത്തിൽ ഒരു നിയമ നടപടികളിലേക്ക് കടക്കാനോ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരാളും തയ്യാറായില്ല എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ
ഈ പെൺകുട്ടി അന്ന് ഈ കൊട്ടേഷൻ മാനഭംഗത്തിന് ഇരയായ യുവനടി നിശബ്ദത പാലിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോഴത്തെ സംഭവത്തിൽ നടി പുലർത്തിയ ആർജവും ആവേശവും ഒക്കെ നിയമത്തിന്റെ മുന്നിൽ ഈ കേസ് എത്തിക്കാൻ കാണിച്ച ഊർജം അന്ന് ആ നടി കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇത് ആവർത്തിക്കില്ലായിരുന്നു എന്ന് പറയാം. ഈ കൊട്ടേഷൻ നടപ്പിലാക്കിയത് നിർമ്മാതാവിന് വേണ്ടിയാണ്, കൊട്ടേഷൻ നടത്തിയത് പൾസർ സുനിയാണ് എന്നും വ്യക്തമാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായ വിവരങ്ങൾ പോലീസിന് കൈമാറി ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലീസിന് ഇത് ലഭിക്കാൻ കാരണം സിനിമയിലെ അനാശാസ്യ പ്രവണതകളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരാതികളും ഒക്കെ പോലീസിന്റെ കൈവശം പല മേഖലകളിൽ നിന്ന് വരുന്നുണ്ട്. അത് ഒന്നൊന്നായി പോലീസ് പരിശോധിച്ചു വരികയാണ്. അതിനിടയിലാണ് ചില സിനിമാ മേഖലയിലെ ചില ആളുകളുമായി ആശയവിനിമയം നടത്തിയപ്പോൾ പോലീസിലെ ഉന്നതർക്ക് ഇങ്ങനെ ഒരു സംഭവം, വളരെ ക്രൂരമായ ഒരു സംഭവം മുമ്പ് നടന്നിട്ടുണ്ട് എന്ന് പോലീസിലെ ഉന്നതർക്ക് മനസ്സിലാകുന്നത്. സ്വാഭാവികമായും ഇതിൽ ഇരയായ യുവനടിയുടെ കാര്യം പോലീസ് അന്വേഷിച്ചു. അപ്പോൾ ഈ യുവനടിയുമായി പോലീസ് ആശയവിനിമയം നടത്തുകയും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അന്ന് അവർ പരാതി നൽകാൻ തയ്യാറായിട്ടില്ലെങ്കിലും ഇപ്പോൾ പോലീസ് ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ അതിനോട് സഹകരിക്കാം എന്ന നിലപാട് ഈ യുവനടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വളരെ ആശാവഹമാണ് കാര്യങ്ങൾ. ആ പെൺകുട്ടി ഒരു പരാതി നൽകുകയോ അല്ലെങ്കിൽ ഒരു പരാതിയിന്മേൽ മൊഴി നൽകുകയോ ചെയ്താൽ ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യപ്പെടും. സ്വാഭാവികമായും വളരെ ഗുരുതരമായ സംഭവവികാസങ്ങളാണ് അന്ന് നടന്നത്. ആ നടി സിനിമാ മേഖലയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഈ സംഭവത്തെ തുടർന്നുണ്ടായ മാനസികാഘാതമായിരുന്നു അങ്ങനെ ഒരു മികച്ച നിലവാരം പുലർത്തിയിരുന്ന ഒരു നടി സിനിമാ മേഖലയിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ കാരണം എന്നുകൂടി ചേർത്ത് വായിക്കണം. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത് പുറത്തു വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. പൾസർ സുനിയെ ദിലീപിന് പരിചയപ്പെടുത്തിയത് ആരാണ് എന്ന അന്വേഷണം പോലീസ് നടത്തി. അപ്പോഴാണ് ഈ നിർമ്മാതാവിന്റെ പേര് ചിത്രത്തിൽ വരുന്നത്. അങ്ങനെയാണ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് എത്തുന്നത്. ആ അന്വേഷണത്തിനൊടുവിലാണ് ഈ പഴയ ഇൻസിഡന്റ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. സ്വാഭാവികമായും ഇനി പോലീസിന് ചെയ്യാവുന്നത് ഒരു FIR ഇട്ട് ഈ നടിയുടെ മൊഴി രേഖപ്പെടുത്തി നിയമ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. നടി പൂർണ്ണമായി സഹകരിക്കാൻ ഇക്കാര്യത്തിൽ തയ്യാറായാൽ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത. സാലി, 2 വർഷം മുൻപാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. അന്ന് സിനിമയിലെ തന്നെ ഉന്നതർ ഇടപെട്ട് ഈ കേസിനെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് നടി പറയുന്ന ഒരു സാഹചര്യം. പോലീസുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് നടി പറയുന്നു. ഈ പൾസർ സുനിയുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപും ഒരു നിർമ്മാതാവിന്റെ ഭാര്യയെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തിയ പരാതികളും ഇതിനു മുന്നിൽ വന്നിട്ടുണ്ട്. ഈ കേസുകളൊക്കെ തന്നെ കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ നടക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ എത്രത്തോളം നിർണായകമാണ്? സോമി, ഇപ്പോഴത്തെ കേസിലെ അന്വേഷണത്തിൽ വളരെ സഹായകരമാകുന്ന ചില ഘടകങ്ങൾ അതിലുണ്ട്. ഒന്ന്, ഇപ്പോൾ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം തെളിയിക്കാൻ, കോടതിക്ക് മുന്നിൽ തെളിയിക്കാൻ ഈ മുൻകാല സംഭവങ്ങൾ പോലീസിന് സഹായകരമാവും. ആ സംഭവങ്ങളിൽ അന്വേഷണം നടക്കുകയാണ്. അയാൾ ആ കേസിൽ പ്രതിയാണ് എന്നുള്ളത് ഈ കേസിൽ അയാളുടെ ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ കോടതിക്ക് മുമ്പിൽ എത്തിക്കുമ്പോൾ സഹായകമാവും എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. പക്ഷേ അത് നിയമപരമായ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. ചാനൽ ചർച്ചകളിലും മാധ്യമ വാർത്തകളിലും മാത്രം ഒതുങ്ങി നിന്നാൽ അത് പോലീസിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നതിന് നിയമപരമായ പരിമിതിയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് പോലീസ് നടിയെ അങ്ങോട്ട് സമീപിച്ചിട്ട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും സഹകരണത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഭാഗികമായെങ്കിലും ആ പെൺകുട്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അന്വേഷണത്തിലേക്ക് കടന്നാൽ സഹകരിക്കാൻ താൻ തയ്യാറാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടക്കും. നമുക്ക് ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു അന്വേഷണം നടക്കാൻ ഒരു 2 സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, പൾസർ സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം പോലീസ് അന്വേഷിച്ചു. മറ്റൊന്ന്, ദിലീപിനെ ആരാണ് പൾസർ സുനിയെ പരിചയപ്പെടുത്തി കൊടുത്തത് എന്ന് അന്വേഷിച്ചു. അങ്ങനെയാണ് നിർമ്മാതാവിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ നമുക്കറിയാം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലെ വനിതാ കൂട്ടായ്മ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചിരുന്നു. മുഖ്യമന്ത്രിയോട് അന്ന് അവർ മനസ്സ് തുറന്ന് ഈ സിനിമാ മേഖലയിലെ പ്രമുഖരായ നടിമാരുൾപ്പെടെയുള്ളവർ സംഘമായി ചേർന്ന് മുഖ്യമന്ത്രിയോട് മനസ്സ് തുറന്ന് സംസാരിച്ചു. മുഖ്യമന്ത്രി ഏറെ നേരം ഇവരുടെ പരാതികൾ കേട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇക്കാര്യത്തിൽ നിങ്ങൾ എന്നോട് പറയുന്നതിനേക്കാൾ ഇത് നിയമപരമായ നടപടികളിലേക്ക് കടക്കണമെങ്കിൽ പരാതിയായി ഉന്നയിക്കണം. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ പരാതി നൽകാൻ അല്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് കടന്നാൽ സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം കൂടുതൽ വെളിവാകുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സുനി മുൻപും കൊട്ടേഷൻ മാനഭംഗം നടത്തിയതായി പോലീസ് പറയുന്നു. ഒരു നിർമ്മാതാവിന് വേണ്ടിയായിരുന്നു കൊട്ടേഷൻ ഏറ്റെടുത്തത്. ഒരു യുവ നടിയാണ് 2 വർഷം മുൻപ് നടന്ന സംഭവത്തിൽ ഇരയായത്. സംഭവത്തിന് ശേഷം നടി സിനിമാ രംഗത്ത് നിന്ന് സജീവമല്ലാതായി. പോലീസുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും നടി അറിയിച്ചിട്ടുണ്ട്. സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.
തിരികെ വാർത്തയിലേക്ക്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി ദില്ലി. ഇന്ത്യയുടെ 14ാമത്തെ രാഷ്ട്രപതിയെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് നാളെ രാജ്യമെങ്ങും നടക്കും. NDA സ്ഥാനാർത്ഥിയായി ബീഹാർ മുൻ ഗവർണർ രാംനാഥ് കോവിന്ദും പ്രതിപക്ഷ പാർട്ടി സ്ഥാനാർത്ഥിയായി മുൻ ലോക്സഭാ സ്പീക്കർ മീരാകുമാറുമാണ് മത്സരരംഗത്തുള്ളത്. ഇരുവരുടെയും പ്രചാരണം ഇന്ന് അവസാനിക്കും. രാഷ്ട്രപതി പ്രണബ് മുഖർജി കാലാവധി പൂർത്തിയാക്കി 25-ന് രാഷ്ട്രപതി ഭവന്റെ പടിയിറങ്ങും. റെയ്സിന കുന്നിലെ പുതിയ അതിഥിയെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ അന്തിമഘട്ടത്തിലേക്ക് നാളെ മുതൽ രാജ്യം കടക്കുകയാണ്. ഇലക്ടർ വോട്ടുകൾ നിർണായകമാകുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ MLA-മാരും MP-മാരുമായി 4896 പേർ വോട്ട് ചെയ്യും. ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും 784 MP-മാരും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 4114 MLA-മാരും ഉൾപ്പെടുന്ന വോട്ടർമാരുടെ ആകെ വോട്ട് മൂല്യം 11 ലക്ഷത്തിനടുത്താണ്. ജനപ്രതിനിധി സഭകളിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർക്ക് വോട്ടില്ല. MP-യുടെ വോട്ട് മൂല്യം 708 കണക്കാക്കിയിട്ടുണ്ട്. MLA-മാരുടെ വോട്ടിന്റെ മൂല്യം അതാത് സംസ്ഥാനങ്ങളുടെ ജനസംഖ്യാ അനുപാതത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം UP-യിലെ MLA-മാരുടെ വോട്ട് മൂല്യമാണ് ഏറ്റവും ഉയർന്നത്, 208. കേരളത്തിലെ ഒരു MLA-യുടെ വോട്ട് മൂല്യമാകട്ടെ 152 കണക്കാക്കിയിരിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നേരിടുന്ന ആദ്യ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ രാംനാഥ് കോവിന്ദാണ് NDA സ്ഥാനാർത്ഥി. വിജയിക്കാനുള്ള വോട്ടിന് 17,000-ഓളം വോട്ട് കുറവുള്ള NDA തമിഴ്നാട്ടിൽ നിന്നും AIADMK-യുടെയും ബീഹാറിൽ നിന്ന് JDU-ന്റെയും പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മീരാകുമാർ ആം ആദ്മി, BJDS തുടങ്ങി ഇരുപക്ഷത്തുമില്ലാത്ത പാർട്ടികളുടെ വോട്ട് പ്രതീക്ഷിക്കുന്നു. രാംനാഥ് കോവിന്ദും മീരാകുമാറും മുഖാമുഖം വരുന്നു എന്നതിനപ്പുറം ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ ബലാബലമാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നത്. ജയപരാജയങ്ങൾ ഇരുപക്ഷത്തിന്റെയും രാഷ്ട്രീയ നിലപാടുകളെ സ്വാധീനിക്കും. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ നയൻ ദേവരാജിനൊപ്പം സന്തോഷ് സർലിംഗ്. നവമാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ മുന്നണി പോരാളിയായിരുന്ന ഡേവിസ് തെക്കേക്കര നിര്യാതനായി. അബുദാബിയിൽ ജോലിസ്ഥലത്ത് വെച്ച് ഹൃദയാഘാതം മൂലമായിരുന്നു മരണം. ഇരിങ്ങാലക്കുട സ്വദേശിയായ ഡേവിസ് പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഡേവിസിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, മന്ത്രിമാരായ തോമസ് ഐസക്, AC മൊയ്തീൻ, സംവിധായകൻ ആഷിഖ് അബു തുടങ്ങിയവർ അനുശോചിച്ചു. സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷത്തിനു വേണ്ടി ശക്തമായ ഇടപെടലിലൂടെ ശ്രദ്ധേയനായ സഖാവ് ഡേവിസ് തെക്കേക്കരയുടെ വിയോഗം അത്യധികം വ്യസനകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. അബുദാബി സെൻട്രൽ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും.